الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، عن أبي هريرة رضي الله تعالى عنه قال: قال رسول الله صلى الله عليه وسلم: خيركم لأهلي وأنا خيركم لأهلي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദിവസം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്തിനായി ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും അവന് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അതിനുതകുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപവും കരുണയുള്ള തമ്പുരാൻ നിരുപാധികം മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യാൻ നമ്മളോട് വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും ഖബറിടത്തെ അല്ലാഹു തആല സ്വർഗീയ ആരാമമാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ വിശദീകരിക്കപ്പെടാനുള്ളപ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ മറ്റ് മതഗ്രന്ഥങ്ങളെയും മറ്റു മതങ്ങളെയും ആവേശികമായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഈ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള ഏതെല്ലാം സാഹചര്യങ്ങളും ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അതിനെയെല്ലാം അതിജയിക്കാനും അതിജീവിക്കാനുമുള്ള കഴിവും യോഗ്യതയും അല്ലാഹു തആല ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്, അല്ലെങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്താണെന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിനും ഹദീസിനും അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നമ്മളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു മതങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ച ഗ്രന്ഥവുമായിട്ട് പ്രബോധനത്തിന് വന്ന ചില നബിമാരുടെ ആ ഗ്രന്ഥത്തിന്റെ തുടർച്ചയായിട്ട്
വന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തിലേക്കും ഈ സന്ദർഭത്തിലേക്കും മാത്രമുള്ളതാണ്. അതിനുശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും അതിനുശേഷം ഒരു ഗ്രന്ഥം വരാനുണ്ട് എന്നും ആ ഗ്രന്ഥം വന്നു കഴിഞ്ഞാൽ ഇത് അസ്ഥിരപ്പെടുമെന്നും അതിനെക്കൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ് എന്നും എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങൾക്കും ആ ആശയങ്ങൾക്കും ആ ആദർശങ്ങൾക്കും കാലഘട്ടത്തിന്റെ സന്ദർഭത്തിന് അതിജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ, അതങ്ങനെ തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചതുകൊണ്ട് അതിന്റെ വാലിഡിറ്റി തീർന്നപ്പോൾ, അതിന്റെ പ്രായോഗിക തലം തീർന്നപ്പോൾ, അത് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടിയിട്ട് അതിന് ഒരുപാട് തിരിമറികൾ നടത്തിയിട്ട് കാലോചിതമായി വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. എന്താണെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ കാലഘട്ടത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഈ ലോകത്തിന്റെ അവസാനം വരെ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളോടെല്ലാം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അതിനെയെല്ലാം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടം ശാസ്ത്രീയമായി ചിന്ത പോലും എത്തിയിട്ടില്ലാത്ത, ഇന്ന് നമ്മളുടെ ഇടയിൽ ശാസ്ത്രീയമായി പറയാനുള്ളതിന്റെ കാരണം നമ്മളുടെ ഇടയിലുള്ള പലതിനെയും വിശേഷിപ്പിക്കപ്പെടുന്നത്, താരതമ്യം ചെയ്യപ്പെടുന്നത് പലപ്പോഴും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അതല്ലാത്തതൊന്നു വന്നാലും വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി ചിന്ത പോലും എത്തിയിട്ടില്ലാത്ത കാലഘട്ടം, വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തെ ഇന്ന് പുരോഗമനവാദികൾ എന്ന് വാദിക്കുന്ന ചിലരൊക്കെ പറഞ്ഞ് അവരുടെ ഭാഷയെടുത്ത് പറഞ്ഞാൽ പ്രാകൃത കാലഘട്ടം, ജനങ്ങൾ അധികമായ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ലാത്ത കാലഘട്ടം, അല്ലെങ്കിൽ വ്യത്യസ്തമായ വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങളെ കുറിച്ച് ചിന്തയെത്തിയിട്ടില്ലാത്ത കാലഘട്ടം, ബഹുഭൂരിഭാഗം ആൾക്കാരും അത്യാവശ്യം നാണം മാത്രം മറയ്ക്കുന്ന കാലഘട്ടം, ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് വിശദീകരിപ്പിച്ച വിശുദ്ധമായ ഖുർആൻ, ആ കാലഘട്ടത്തിലും വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായിരുന്നു. ആ കാലഘട്ടത്തിലും വിശുദ്ധമായ ഖുർആൻ അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും, അങ്ങനെ വിശുദ്ധമായ ഖുർആനിലേക്ക് അവർ അല്പാൽപമായി കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റവും, അത് ഓരോ രാജ്യവും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന യാഥാർത്ഥ്യവും നമ്മളുടെ മുമ്പിലുണ്ട്. അതിങ്ങനെ വിശാലമായ വിശദീകരണത്തോടുകൂടി സഞ്ചരിച്ച് നമ്മളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലും പല സന്ദർഭങ്ങൾ വരുമ്പോൾ, പല ചർച്ചകൾ വരുമ്പോൾ എപ്പോഴും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നിൽക്കുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ഈ അടുത്ത സമയത്ത് അത്ഭുതകരമായ ഒരു ഡിബേറ്റ് കാണുകയുണ്ടായി. അതിൽ അത്ഭുതകരമായി എനിക്ക് തോന്നിയ ഒരു വാക്ക്, ഒരു മതവുമില്ല എന്ന് പറഞ്ഞിട്ട് മതത്തെ പരിപൂർണമായിട്ടും നിരാകരിക്കുന്ന ചില വിഭാഗം ആൾക്കാർ, അവർ ഇതുവരെ നടത്തിയിട്ടുള്ള ഏതെല്ലാം ചർച്ചകളുണ്ടോ ആ ചർച്ചകൾ എടുത്തു നോക്കിയാൽ 99.9% അവർ പ്രതിപട്ടികയിൽ നിർത്തിയിരിക്കുന്നത് വിശുദ്ധ ഖുർആനും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമാണ്. ഒരു മതവുമില്ലാത്തവരാ ഞങ്ങൾ, എങ്കിലും വെറും 1% മാത്രമാണ് മറ്റു മതങ്ങളെ അവരുടെ ശത്രു പട്ടികയിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ 99% അവരുടെ ശത്രുപക്ഷത്ത് വെക്കുന്നത് വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശദീകരണമായ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരർത്ഥത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിജയം തന്നെ. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, യുക്തിവാദത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വാക്ക്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം, എന്തെങ്കിലുമൊക്കെ എതിർക്കുമ്പോൾ കാതലായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ മുമ്പിൽ മുട്ടി നിന്നാലേ, സാധാരണ പറയാറുള്ളത് പോലെ ശക്തന്റെ മുമ്പിൽ മുട്ടി നിന്നിട്ട് വിജയിച്ചാൽ താൻ ഏറ്റവും വലിയ ശക്തനാണെന്ന് പ്രഖ്യാപിക്കപ്പെടും. അതുകൊണ്ട് തന്നെ മുട്ടി നിൽക്കാൻ ഒരല്പമെങ്കിലും യോഗ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇതാണെന്ന് അവരുടെ ഭാഷ. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വിശാലമായ ചർച്ച നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശാലമായ ചർച്ച സ്ത്രീ സമത്വത്തെക്കുറിച്ചുള്ള ചർച്ച. പുരുഷനുള്ള എല്ലാ അവകാശവും എല്ലാ അംഗീകാരവും എല്ലാ ഘടനകളും എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്കും ഉണ്ടാകണം. ഏത് രാത്രിയിലും പോകാം, ഏത് രാത്രിയിലും തിരിച്ചു വരാം. സ്ത്രീകൾ പുരുഷന്മാർ ചെയ്യുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങൾക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്.
കുറച്ചുകൂടി വിശാലമായ ചർച്ച മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വല്ലാതെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ജനറൽ ന്യൂട്രാലിറ്റി പോലും എന്റെ മകൻ ആണാണോ പെണ്ണാണോ എന്ന് അവർ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. ജനനഘടന വെച്ചിട്ട് അത് ആണാണെന്നോ പെണ്ണാണെന്നോ പറയാനുള്ള അവകാശം മാതാപിതാക്കൾക്ക് പോലുമില്ല. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണമേ, എനിക്ക് ജനിച്ച കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മാതാപിതാക്കൾ പോലും പറയാൻ പാടില്ല. അവര് വളർന്നു വരും, പ്രായപൂർത്തിയാകും. ആ പ്രായപൂർത്തിയാകുമ്പോൾ അവര് പറയും, ഞാൻ ആണുമല്ല, ഞാൻ പെണ്ണുമല്ല, ഞാൻ ആണുമല്ല, ഞാൻ പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കണം. അങ്ങനത്തെ വാദങ്ങളും ന്യായങ്ങളും എല്ലാം വന്നപ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വല്ലാതെ വേട്ടയാടപ്പെട്ടു. വല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് മുസ്ലിം വാദികളെന്ന് വാദിക്കപ്പെടുന്ന പല ആൾക്കാർ പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന, മുസ്ലിം ഐഡന്റിറ്റിയോടുകൂടി ജീവിക്കുന്ന, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പോലും പലപ്പോഴും ചാഞ്ഞും ചരിഞ്ഞും അതെല്ലാം ശരിയല്ല എന്ന് പറയുന്ന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടങ്ങളിലെ അതിദുരന്തമായ വാർത്തകൾ കേൾക്കുമ്പോൾ, നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അവിടെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഖുർആൻ പ്രാകൃത കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, ഈ ഖുർആൻ പ്രാകൃത കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, ഈ ഖുർആൻ നിങ്ങൾ പുരോഗമന കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ഈ ഖുർആൻ ലോകത്തിന്റെ അവസാനം വരെ അജയ്യമായി നിലനിൽക്കുമെന്നുള്ളതിന്റെ അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വെല്ലുവിളികളാ! ഇപ്പോഴും മനുഷ്യൻ പുരോഗമന കാലഘട്ടത്തിലെത്തിയപ്പോഴും മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തി പ്രാകൃത പരിധിയിലേക്ക് കൊണ്ടുപോകുകയും സ്വതന്ത്രമായി പറന്നു നടക്കേണ്ട സ്ത്രീകളെ താഴിട്ട് പൂട്ടി വീട്ടിനുള്ളിൽ അടച്ചിടാൻ അധാർമികമായ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഖുർആനിന്റെ വക്താക്കളെ, നിങ്ങൾക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞ സ്ത്രീ സമത്വവാദികളും പുരോഗമനവാദികളും ഫെമിനിസവും ഇന്ന് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാ. പീഡിപ്പിക്കപ്പെട്ടതിന്റെ കഥ പറഞ്ഞു തീർന്നാൽ ഈ എപ്പിസോഡ് തീർന്നാലും തീരൂല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നടക്കുമ്പോൾ വളരെ ലാളിത്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി നമ്മളോടും നിങ്ങളോടും അവരോടും ലോകത്തിനോട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കും. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന ജാഹിലിയ്യത്തിൽ ഊലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു, എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുന്ന വസ്തുക്കൾ, ആ വസ്തുവിനെ സൃഷ്ടിച്ച മനുഷ്യൻ അല്ലെങ്കിൽ അതിനെ നിർമ്മിച്ച മനുഷ്യൻ അതിന്റെ കാറ്റലോഗ് കൂടി തരും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് 100% അതിനെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അതനുസരിച്ച് ഉപയോഗിക്കുന്ന മനുഷ്യൻ. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു പറയുന്നു മനുഷ്യർ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ആണും പെണ്ണും ഒരു ഭൂമിയുടെ നിലനിൽപ്പിന്റെ അല്ലെങ്കിൽ മനുഷ്യവാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ പ്രതിഭാസം അല്ലാഹു പറയുന്നു, ആണും പെണ്ണും പ്രത്യേകമായ വൈകാരികമായ ആകൃഷ്ടതയോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനുള്ള പ്രത്യേകമായ ഒരു വൈകാരികമായ രീതിയിലാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെയാ എന്നല്ല, സസ്യലതാദികളിൽ പോലും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെ തന്നെയാണ്. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ആകർഷിക്കുന്ന രീതിയിലാണ് അല്ലാഹു തആല എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വർത്തമാന ഭാഷയിൽ പറഞ്ഞാൽ ഈ വിഭാഗം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം, ഈ മനുഷ്യവർഗം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഏതുമായിക്കൊള്ളട്ടെ, നമ്മൾ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ അലങ്കാരത്തിന് വേണ്ടി പല വീട്ടുകളിലും വളർത്താനുള്ള ഒരു റാബിറ്റ്, ഒരു മുയല്, ആ മുയലിന്റെ മെയിലും ഫീമെയിലും അത് പരസ്പരം ആകർഷണമല്ല എങ്കിൽ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഇല്ല എങ്കിൽ, വൈകാരികമായ അവരുടെ ഇടയിൽ സെക്സ് പ്രവർത്തിച്ചില്ല എങ്കിൽ അവരുടെ തലമുറ അതോടുകൂടി അവസാനിച്ചു പോകും. അതുകൊണ്ട് തന്നെ വർത്തമാന ശാസ്ത്രം ലോകത്തിനോട് വിശദീകരിക്കുന്നു, ഈ മെയില് ഫീമെയിലിനെയും ഈ ഫീമെയിലും മെയിലിനെയും വല്ലാതെ ഒരു അട്രാക്ഷൻ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ശാസ്ത്രം ഏതു ഭാഷയിൽ പറഞ്ഞാലും അതുള്ള കാലഘട്ടത്തോളമേ ആ വിഭാഗത്തിന്റെ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വെച്ചിരിക്കുകയാ. എന്നിട്ട് അല്ലാഹു തആല രണ്ടുപേരുടെയും കുറെ പ്രത്യേകതകൾ പറഞ്ഞു. ആ പ്രത്യേകത പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത അല്ലാഹു തആല അഭിമാനത്തോടുകൂടിയും അവകാശത്തോടുകൂടിയും അല്ലാഹു തആല പറഞ്ഞു അത് പെണ്ണിൻ്റെതാണ്, സ്ത്രീയുടേതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് ആദ്യം പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? നമ്മളുടെ ഇടയിൽ ചിലർക്കെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും, സ്ത്രീയെ വീണ്ടും പീഡിപ്പിക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പോകും സ്ത്രീയെ വീണ്ടും തളച്ചിടുകയാണോ എന്ന് തോന്നിപ്പോകും. കുറെ ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊരു ജുമായ്ക്ക് പ്രഭാഷണം നടത്തിയിരുന്നു. നിഖാബിട്ടുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ
സഞ്ചരിക്കുന്ന യോഗ്യതയുള്ള 400-ലധികം ഫ്ലൈറ്റ് അല്ലെങ്കിൽ അത് ഓടിക്കാൻ കഴിവുള്ളതായ സ്ത്രീകളുള്ള എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അതിനൊന്നും എതിരല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വേണ്ടതുപോലെ തരംതിരിച്ച് തന്നെ പക്വതയോടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം യോഗ്യതകളെ കുറിച്ച് പറഞ്ഞതല്ല, അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ട, നിങ്ങളാൽ അവകാശം നൽകപ്പെടേണ്ടതിൽ ഒരൽപ്പം മുന്തി നിൽക്കുന്നത് നിങ്ങളുടെ ഇടയിൽ സ്ത്രീകൾ തന്നെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ അല്ലാതെ അരാജകത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ കാലഘട്ടം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനന കാലഘട്ടം അറേബ്യ മാത്രമല്ല അലീമിയ ലോകരാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യങ്ങളിൽ നടന്നിരുന്ന ദുരന്താവസ്ഥകളെ കുറിച്ച് നിങ്ങളുടെ ഗതകാല ചരിത്രത്തെ നിങ്ങൾ ഓർക്കണമേ എന്ന് അത്യുജ്വലമായ പ്രഭാഷണം നടത്തിയ ഇന്ത്യക്കാരനായ അലീമിയാൻ അബുൽ ഹസൻ അലി അന്നദ്വി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് അറേബ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രമായിരുന്നില്ല, ലോകമെമ്പാടും ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതായ കാലഘട്ടത്തിൽ ലോകമെമ്പാടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വളരെ മോശമായ മ്ലേച്ഛമായ അരാജകത്വത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം. എന്തിനേറെ ഒരു വാപ്പയും ഉമ്മയും ഒരു മാതാപിതാക്കൾ, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, ഒരു ദമ്പതികൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി പെണ്ണാകരുത് എന്ന, തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി പെണ്ണാകരുത് എന്ന. കാരണം എന്താ? വീടിന് പുറത്തിറങ്ങിയാൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും അരാജകത്വമാണ്. പെണ്ണിനോട് കാണിക്കുന്ന, പെണ്ണ് കാരണമുണ്ടാകുന്ന നാണക്കേടും വൃത്തികേടും കാരണമായിട്ട് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഏറ്റവും വലിയ അഭിലാഷം എനിക്കുണ്ടാകാൻ പോകുന്ന കുട്ടി പെണ്ണാകരുത് എന്നായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വഇദാ ബുശ്ശിറ അഹദുഹും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമേ, ഖുർആൻ പറഞ്ഞ വാക്ക് വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, നിങ്ങളോട് നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചത് പെണ്ണാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചാൽ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഭാഷ നിങ്ങൾക്കുണ്ടാകുന്ന പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന അള്ളാന്റെ റസൂല് ആ കാലഘട്ടത്തിന്റെ സാഹചര്യം വിശുദ്ധ ഖുർആനിനോട് ഓതിക്കേൽപ്പിക്കുകയാ. അവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ ഭാര്യ ജനിച്ചത്, ഭാര്യ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ് എന്ന് വീട്ടിലല്ലാതെ നിൽക്കുന്ന ഒരു പുരുഷന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലക്ഷങ്ങളുടെ കോടികളുടെ അവന്റെ കച്ചവട സാമ്രാജ്യം തകർന്ന് തരിപ്പണമായാൽ ഉണ്ടാകുന്ന സങ്കടത്തെക്കാളും വലിയ സങ്കടം അവന്റെ മുഖത്ത് തളം തട്ടി നിൽക്കുമായിരുന്നു. ചുമന്നു കൊടുത്ത മനുഷ്യനും കറുത്തു കരുവാളിച്ച് അവരുടെ ഇടയിൽ നിന്നും നാണക്കേടുകൊണ്ട് മുണ്ടിട്ട് തലമറച്ചുകൊണ്ട് ഓടി മറയുമായിരുന്നു വിശുദ്ധ ഖുർആൻ. അവന്റെ വേദനയും നാണക്കേടും അവൻ കടിച്ചമർത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്നും മാറിപ്പോകുമായിരുന്നു. അത്രയ്ക്കും നാണക്കേടായിരുന്നു പെണ്ണ് ജനിക്കുന്നതെന്ന് കേട്ടാൽ. എന്താ കാരണം ഒരു പെണ്ണ് ജീവിക്കുന്നത് അവർ കണ്ടിട്ട് അതിൽ നിന്നും ഉണ്ടായതായ ദുരന്തഫലത്തിന്റെ ഫലമായിട്ട് തന്റെ മുമ്പിലൂടെ, തന്റെ നാട്ടിലൂടെ, തന്റെ അയൽവക്കത്തിലൂടെ, തന്റെ കുടുംബത്തിലൂടെ ഒരു പെണ്ണിന്റെ അരാജകത്വമായ ജീവിതം കണ്ടിട്ട് നാണക്കേട് പേറിയിട്ട് അവരങ്ങനെ ആഗ്രഹിച്ചു പോയി. പക്ഷെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണിന്റെ മഹത്വം പറയാൻ തുടങ്ങി. ആ മഹത്വങ്ങൾ ഒരുപാട് നാം കേട്ടതാ, ഒരുപാട് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാൻ നിർബന്ധമായ സാഹചര്യമാണ്. ഈ ഉദാഹരണം പറയാൻ കാരണം യാത്രയുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്ന നിർബന്ധിത, ഇതിനേക്കാൾ വലിയ ഒരു നിർബന്ധിതാവസ്ഥയില്ല. എന്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാൻ നിർബന്ധമായിരിക്കുന്ന സന്ദർഭമാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, പോയിക്കൊള്ളട്ടെ, നീയും കൂട്ടത്തിൽ പോയിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ പേര് യുദ്ധത്തിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നീ യുദ്ധത്തിന് പോകണ്ട, നീ തിരിച്ചു പോയിക്കൊള്ളുക, നിന്റെ പേര് വെട്ടാൻ പറയുക, നീ നിന്റെ ഭാര്യയോടൊപ്പം ആ യാത്രയിൽ കൂട്ടാളിയാകുക. ആ മനുഷ്യനെ ഹജ്ജ് ചെയ്തതാ, ഒന്നിലധികം ചെയ്ത ആളാകാം, അല്ലെങ്കിൽ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യനാകാം, അല്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ട വർഷമാകാം, ഹജ്ജിന് പോയിട്ടുണ്ടാകൂല, ഇനി പോകാൻ കഴിവുണ്ട്, പക്ഷെ ഇവിടുത്തെ നിർബന്ധിത സാഹചര്യം യുദ്ധവുമായി ബന്ധപ്പെട്ടതാ. എന്നിട്ടും എന്ത് സാഹചര്യവുമാകാം, ഏത് വിശദീകരണവുമാകാം. അള്ളാന്റെ പ്രവാചകൻ അതിലേക്ക് തിരിഞ്ഞിട്ടേ ഇല്ല, ഒരു വിശദീകരണവും പറഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു, ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക, തിരിച്ചു പോയിക്കൊള്ളുക, നിന്റെ ഭാര്യയുമായിട്ട് നീ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് നാം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഇത് എനിക്ക് വേണ്ടി പള്ളികളിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രം, അത് നമ്മളുടെ ബലഹീനതയാണ്. ഇത് നാടുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ഇത് ഗ്രാമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ഇത് ടൗണുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ജനനിബിഡമായ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ന് ഇസ്ലാമിന്റെ ശത്രു രാജ്യമെന്ന് നാം പറയുന്നതായ പല രാജ്യങ്ങളുടെയും തെരുവീതികളിൽ ചെറിയ മൈക്കുമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ രസകരമായ ഈരട്ടികളുമായിട്ട് പ്രബോധകർ ഇങ്ങനെ കറങ്ങി നടക്കുകയാ. അതിനു ചുറ്റും ആയിരങ്ങൾ ഒരുമിച്ച് കൂടുകയാ. അതേ സന്ദർഭത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഖുർആനിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറയുക. ഇതെല്ലാം ഏകപക്ഷീയമായി മുസ്ലിമാകുന്നു, നമ്മളിലേക്ക് വരുന്നു എന്ന ചിന്തയല്ല പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടിയാ. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ് അല്ലാഹു തആല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അത് ഉൾക്കൊള്ളാൻ തയ്യാറായവരെ മുസ്ലിം എന്ന് പറയും, അനുസരണയുള്ളവരെന്ന് പറയും. അല്ലാത്തവർ അവര് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അവരെന്തെങ്കിലും അടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരുടെ മുമ്പിൽ പ്രബോധനം ചെയ്യാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. അള്ളാഹു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയം, ഒന്ന് കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. ഒന്ന് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ നോക്കാൻ പാടില്ല. അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്ന സ്ത്രീയെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ, അല്ലാത്ത സ്ത്രീകളെ നിങ്ങൾ നോക്കരുത്. ഒരുപാട് വിശദീകരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം അള്ളാഹു തആല നേരത്തെ നാം പറഞ്ഞു, ആണിന് ഇന്ന് എന്തെല്ലാം പദങ്ങളാണ്. എന്റെ ബോയ് ഫ്രണ്ട്, എന്റെ ബെസ്റ്റി, പുതിയൊരു പദം കൂടി വന്നിരിക്കുക. എന്ത് തോന്നിവാസത്തിനുമുള്ള പല ലൈസൻസുകളും ഒരു നാണവും മാനവുമില്ലാതെ മാതാപിതാക്കൾ പോലും പറയുന്ന ഗതികെട്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാണമില്ലാത്ത മാതാപിതാക്കൾ പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലഘട്ടം. എന്ത് തോന്നിയാസം ചെയ്യാം. എന്നിട്ട് മധുരമായ പല വാക്കുകളും പറയും. അല്ലാഹു പറഞ്ഞു, നിന്നെ ആണായിട്ടും നിന്നെ പെണ്ണായിട്ടുമാണോ പഠിച്ചത് എങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യും. അത് അല്ലാഹു വെച്ചതാ. അതില്ലാത്തവരെ കുറിച്ച് ഷണ്ടൻ എന്ന് പറയുന്നത് അത് വളരെ അപൂർവമാണ്. അതിന്റെ ദുരന്തം മറ്റൊരു ഭാഗം. എന്തുമായിക്കൊള്ളട്ടെ, അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് നോക്കാൻ അനുവാദമില്ലാത്തവരെ നോക്കാൻ പാടില്ല. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, എന്റെ മകൾ കുഞ്ഞാണ്, എന്റെ മകൻ കുഞ്ഞാണ്, അതിന്റെ പരിധി തുടങ്ങുന്നത് എപ്പോഴാ? സാധാരണ നമ്മളിൽ പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നു എന്ന്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അങ്ങനല്ല. ഒരു കുഞ്ഞ് എന്ന് മാറി ഒരു പെണ്ണ് എന്ന് തോന്നുന്ന പ്രായമെത്തിയാൽ, ഒരു കുഞ്ഞ് എന്ന അവസ്ഥ മാറിയിട്ട് ഒരു പെണ്ണിന്റെ ശരീരഘടനയിലേക്ക് നിന്റെ കുഞ്ഞായി കഴിഞ്ഞാൽ അത് 8 വയസ്സാകാം, 7 വയസ്സാകാം, 6 വയസ്സാകാം. ഫിഖഹിന്റെ കിതാബുകളിൽ താളുകളോളം ചർച്ച ചെയ്യപ്പെടുകയാ. ഒരുപാട് വിവാദമാക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് ദിവസത്തെ ഏത് വാർത്ത നോക്കിയാലാണ് നാം കാണാത്തത്? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടാത്ത ദിവസങ്ങളില്ലാതെ നമ്മുടെ കാലഘട്ടത്തിലെ വാർത്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുകയാ. അല്ലാഹുവിന്റെ റസൂൽ മാതാപിതാക്കളോട് പറഞ്ഞു, നിന്റെ മകൻ അത് പെണ്ണാണെന്ന് തോന്നുന്ന പ്രായമെത്തിയാൽ അന്നു മുതൽ നീ സൂക്ഷിക്കേണ്ട കടമ നിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പുരുഷനോട് പറയുകയാണ്, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ആണുങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്ന ശരീരമല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ അല്ലാതെ ഒരൊറ്റ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. 90% പ്രശ്നം അതുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെട്ടു. 90% പ്രശ്നവും അതുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെട്ടു. കാണലുണ്ട്, തോൽക്കലുണ്ട്. നാം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. രണ്ട് പദമാണ് അറബിയുമായി ബന്ധപ്പെട്ട്. ഒന്നുണ്ട് നാം ഒന്ന് കണ്ടുപോകൽ. അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സ്ത്രീയെ കണ്ടു, പെട്ടെന്ന് കണ്ണ് താഴ്ത്തി. ഖുർആൻ പറഞ്ഞു, അവിടെ നിന്റെ കണ്ണിനെ മാറ്റണം. രണ്ടാമത് ഉദ്ദേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി നോക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടി രണ്ടാമതൊന്ന് നോക്കൽ, അതിനെ നദറ എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആദ്യത്തത് അള്ളാഹു നിന്നെ ശിക്ഷിക്കൂല, രണ്ടാമത്തതിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അനുവാദമില്ല നോക്കാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, നിങ്ങളെ ഇനി ഒരാൾ മനഃപൂർവ്വം നോക്കാൻ ശ്രമിച്ചാലും നീ ഒരു പെണ്ണാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. നിന്റെ ശരീരത്തിന്റെ ഘടനയും നിന്റെ ശരീരത്തിന്റെ നിറവും നിന്റെ ശരീരത്തിന്റെ രുചിയും അവർ നോക്കാൻ അനുവാദമില്ല. ആ രീതിയിൽ നീ നോക്കപ്പെടുന്ന രീതിയിൽ ഒരു പരസ്യ വസ്തു ആകാനും പാടില്ല. വല്ലാത്ത വിരോധാഭാസത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വല്ലാത്ത വിരോധാഭാസം. ഒരു സ്ത്രീ ഇന്ന് 5 രൂപയുടെ കപ്പ് വിൽക്കണമെങ്കിലും സ്ത്രീയുടെ അടിവസ്ത്രമടക്കം പരസ്യപ്പലകയിലെ പരസ്യമാക്കി മാറ്റപ്പെട്ടാലല്ലാതെ വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അവരുടെ ശരീരത്തെ അധാർമികമായി കച്ചവട ചരക്കാക്കി മാറ്റുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്ന ഫെമിനിസം, എന്ന
എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുകയാ പറ്റൂല. വിവാഹം കഴിക്കപ്പെട്ട ആദ്യരാത്രി ഭർത്താവിന്റെ മുറിയിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാ, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വിവാഹ പന്തലിൽ നിന്നും അവൾ ഭർത്താവിന്റെ മുറിയിലേക്ക് കടക്കുകയാ. ഭർത്താവ് പറയും, നാളെ മുതൽ നീ തലയിൽ തട്ടമിടണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു വാപ്പയുമായി ബന്ധപ്പെടുത്താതെ, ഉമ്മയുമായി ബന്ധപ്പെടുത്താതെ, ഭർത്താവുമായി ബന്ധപ്പെടുത്താതെ, സഹോദരങ്ങളുമായി ബന്ധപ്പെടുത്താതെ, സമുദായവുമായി ബന്ധപ്പെടുത്താതെ നിനക്ക് റബ്ബ് നേരിട്ട് നൽകിയ അവകാശമാണ്. നിന്റെ ഭർത്താവ് കരഞ്ഞു പറഞ്ഞാൽ പോലും നിന്റെ ശരീരത്തിൽ അള്ളാഹു മറയ്ക്കാൻ പറഞ്ഞതിൽ ഒരൽപ്പം പോലും മറയ്ക്കാൻ നിനക്ക് അവകാശമില്ല, മറയ്ക്കാൻ തുറന്നിടാൻ അവകാശമില്ല. എന്റെ റബ്ബ് എനിക്ക് നൽകിയ അവകാശമാണ്. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രവാചകനെ, അങ്ങയോടുള്ള സ്നേഹ ആധിക്യത്തിന്റെ പേരിൽ എനിക്ക് അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രവാചകനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറ്റൂല, അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് പ്രവാചകൻ ആ സദസ്സിനെ നോക്കിയിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അവകാശം നൽകുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞു, ഒരു ഭാര്യയോട് അള്ളാഹു പറയുമായിരുന്നു നിന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ. അത്രയ്ക്കും ഊഷ്മളമായ ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ. വിവാഹത്തിന്റെ ആ നിമിഷം വരെ ഒരു പെണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ടത് വാപ്പയാണ്, ഉമ്മയാണ്. വാപ്പ പറയുന്നതിനപ്പുറമില്ല. വിവാഹത്തിന്റെ അഖദ് കഴിഞ്ഞാൽ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണു മരിച്ചു, ഒരുപാട് ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല, നിർബന്ധമായതൊന്നും മുടക്കിയിട്ടുമില്ല, പക്ഷേ അവളുടെ ഭർത്താവ് അവളിൽ തൃപ്തയാണ് എങ്കിൽ ദഖലത്തുൽ ജന്ന, അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, അവൾ സ്വർഗത്തിൽ കിടക്കും. ഇത്ര ബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും. പക്ഷേ ആ ഭർത്താവ് പറഞ്ഞാൽ പോലും നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താൻ ആ ഭർത്താവിന് പോലും അവകാശമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ വാപ്പ പറഞ്ഞാലും അനുസരിക്കണ്ട, ഉമ്മ പറഞ്ഞാലും അനുസരിക്കണ്ട, സ്കൂൾ പറഞ്ഞാലും അനുസരിക്കണ്ട, ഡയറക്ടർ പറഞ്ഞാലും അനുസരിക്കണ്ട, സംവിധായകൻ പറഞ്ഞാലും അനുസരിക്കണ്ട, ലോകത്താര് പറഞ്ഞാലും അനുസരിക്കണ്ട. അള്ളാഹു തആല നിനക്ക് നൽകിയിരിക്കുന്ന മുസ്തഖിലായ സ്വാതന്ത്ര്യമാണ് നിന്റെ ശരീരം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒന്നാമത്തത്, നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ആണിനോട് മാത്രമല്ല, വയഹ്ഫദ്ന ഫുറൂജഹുൻ, അതിനോട് ചേർത്ത് തന്നെ റബ്ബ് പറഞ്ഞു, വയഹ്ഫദ്ന ഫുറൂജഹുൻ, നിങ്ങളുടെ കണ്ണിനെ താക്കുക, നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ ഒരുപാട് ബന്ധം ഈ രണ്ട് വാക്കുകൾ തമ്മിൽ മുഫസ്സിരീങ്ങൾ ഒരുപാട് വിശദീകരണം. എവിടെയെങ്കിലും അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ബന്ധം ഒരു അവര പുരുഷനും ഒരു സ്ത്രീയുമായി നടക്കുന്നുണ്ട് എങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും ശരി, നിർബന്ധ ബുദ്ധിയോടുകൂടി കഥക് ചവിട്ടി തുറന്നിട്ടുള്ളതാണെങ്കിലും ശരി, ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ളതാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, വിശുദ്ധ ഖുർആൻ പറയുകയാ, അള്ളാഹു നിഷിദ്ധമാക്കിയതായ ശാരീരിക ബന്ധം എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ അടിസ്ഥാനപരമായി അതിനു മുമ്പ് കുറെ പാപങ്ങൾ ഉണ്ടാകും. ആ പാപങ്ങളിൽ ഏറ്റവും ആദ്യത്തെ പാപം അള്ളാഹു നിഷിദ്ധമാക്കിയ നോട്ടമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. നോക്കുമ്പോൾ അത് അവസാനം ആഗ്രഹത്തിലേക്കെത്തും, അത് വഴുതിയിലേക്കെത്തും, ശ്രമങ്ങളിലേക്കെത്തും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഒരു പെണ്ണാണ്. ലോകത്തെ ഫെമിനിസ്റ്റുകൾ മുഴുവനും മനസ്സിലാക്കിക്കൊള്ളുക. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ്. അവൾ പെണ്ണായി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് മാതാപിതാക്കൾക്കും ഒരു പ്രശ്നമില്ല. പണ്ടൊക്കെ വാപ്പയെ പേടിക്കുമായിരുന്നു, അല്ലെങ്കിൽ പിതാവിനെ പേടിക്കുമായിരുന്നു. മദ്യപാനിയെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പ്രശ്നമാണ്, കാരണം വാർത്തകൾ അങ്ങനെയാ കേൾക്കുന്നത്. പക്ഷെ ഒരു ഉമ്മയെ കുറിച്ച് ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇന്ന് അമ്മമാര് പോലും മക്കളെയും കൈപിടിച്ചുകൊണ്ട് എവിടെയും പോകാൻ തയ്യാറായി നിൽക്കുകയാ. എന്തിനും തയ്യാറാ. എന്റെ മകളൊന്ന് കരപിടിച്ചു കണ്ടാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ടാമത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഒരു പെണ്ണിന് തനിച്ചു പുറത്തു പോകാൻ അവകാശമില്ല. അതിന്റെ അർത്ഥം അവളെ പീഡിപ്പിക്കുക എന്നല്ല. ഇത്രയും നാൾ നിങ്ങൾ അർത്ഥം വെച്ചതുപോലെ അതിന്റെ അർത്ഥം അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നല്ല. അതിന്റെ അർത്ഥം അവർക്ക് സുരക്ഷിതത്വം നൽകൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് അതിന്റെ അർത്ഥം. ഒരു പെണ്ണിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ, ഒരൊറ്റ പുരുഷനും ഒരു അന്യ പെണ്ണുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ഫത്വകൾ പറഞ്ഞു. ഒരു പെണ്ണ് ഇസ്ലാം മതത്തിലേക്ക് വന്നു, അവൾക്ക് ഫാത്തിഹ അടുത്ത വഖത്ത് നമസ്കാരം ളുഹർ നമസ്കാരമായി നിർബന്ധമാണ് നമസ്കരിക്കൽ. നമസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാത്തിഹ. അവളെ പെണ്ണുങ്ങൾ പഠിപ്പിച്ചു കൊള്ളട്ടെ. അവിടെ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ പഠിപ്പിക്കാൻ. ആ സാഹചര്യം വന്നാൽ പോലും 2-3 പേരെ കൂടി കൂട്ടത്തിലിരുത്തണം. എന്നിട്ടൊരു മറ വേണം, അതിനപ്പുറത്തിരുന്നു കൊണ്ടായിരിക്കണം ആ പെണ്ണിന് ഫാത്തിഹ പോലും പഠിപ്പിക്കേണ്ടത്. എല്ലായിടത്തും പ്രശ്നമാണ്.
പെണ്ണു പോകുന്ന മേഖലകളിലെല്ലാം പീഡന വാർത്തകളാണ്, പള്ളികൾ വാർത്തകളാണ്, അരമനകൾ വാർത്തകളാണ്, സ്കൂളുകൾ വാർത്തകളാണ്, കോളേജുകൾ വാർത്തകളാണ്, ഫ്ളാറ്റുകളും ഹോട്ടലുകളും വാർത്തകളാണ്, എവിടെയും വാർത്തകളാണ്. പെണ്ണിനെ പീഡിപ്പിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, നീ ഒരു പെണ്ണാണോ, പെണ്ണിന് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ, ഒരു പെണ്ണും ഒരു പുരുഷനും തനിച്ചാകാൻ പാടില്ല എന്നല്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യതകൾ വിശദീകരിക്കപ്പെടുന്നിടത്ത് പോലും അവിടെ പറയുന്നത് പെണ്ണിന്റെ ആദ്യത്തെ ഹജ്ജ് നിർബന്ധമായ ഹജ്ജ്, ആ ഹജ്ജിന് അവൾ പുറത്തു പോകണമെങ്കിൽ അവളോടൊപ്പം ഒരു മഹറം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ വാപ്പ, അല്ലെങ്കിൽ സഹോദരൻ ഉണ്ടാകണം. ഇവരാരുമില്ലാത്ത സാഹചര്യമാണെങ്കിൽ വിശ്വസ്തരായ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കിന്റെ അത്ഭുതം നോക്കിക്കൊള്ളിൻ. അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശ്വസ്തരായ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഉണ്ടാകണം. ഒന്നല്ല, രണ്ടല്ല, രണ്ടിലധികമാണ് ബഹുവചനം ഉപയോഗിക്കുന്നത്. അതും പ്രവാചകൻ അവർക്ക് നൽകിയ വിശേഷണം വിശ്വസ്തരായ ഒരു കൂട്ടം പെണ്ണായിരിക്കണം. പെണ്ണിനെ പഴപ്പിക്കാൻ മുമ്പിൽ നിൽക്കുന്നത് വാർത്തകൾ വരുംതോറും പെണ്ണാണെന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞു, ഒരു കൂട്ടം പെണ്ണുണ്ടായിരിക്കണം. പുറത്തേക്ക് പോകുമ്പോൾ മെഹ്റം കൂടെ ഇല്ല എങ്കിൽ. അവിടെ ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസമാണ്. ഹജ്ജ് അല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് അനുവദനീയമാണോ? ചില ഉലമാക്കൾ അവിടെയും പറയുന്നു അനുവദനീയമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണെന്ന് നോക്കി. ഇന്നൊരു പ്രശ്നവുമില്ല, ഏത് സമയത്തും പോകാം, ഏത് സമയത്തും തിരിച്ചു വരാം. അപ്പൊ നമുക്ക് വേറൊരു ചിന്തയുണ്ടാകാം, ഇത് അവരോട് കാണിക്കുന്ന അക്രമമല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പോയാൽ അവരോട് അക്രമം കാണിക്കപ്പെടും. 12ഉം 13ഉം പേര് ചേർന്നിട്ട് ഡൽഹിയുടെ തെരുവീതിയിൽ ഒരു പെണ്ണിനെ പിച്ച് ചിന്തിയതിന്റെ പേരിൽ കേരളക്കരയിൽ പോലും നമ്മൾ വാതോരാതെ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് അവിടെയും ഇവിടെയും എത്താത്ത വസ്ത്രവും ഇട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ തെരുവിനോട് സെക്കൻഡ് ഷോ സിനിമയും കണ്ടിട്ട് കറങ്ങി നടക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് മദ്യലഹരിയിലായ ചെറുപ്പക്കാർ ആകൃഷ്ടരായിട്ട് പോക്കർത്തരത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ രണ്ടു കൂട്ടരും തെറ്റാണെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇന്ന് നടക്കുന്നത് അതൊക്കെ തന്നെയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആണിനെയും പെണ്ണിനെയും അള്ളാഹു വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ശാരീരികമായിട്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം ഒരുപാട് ആയത്തുകളുടെ, ഒരുപാട് ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം, ഒരു ആണിന് 100 പെണ്ണ് വിചാരിച്ചാലും പൂർണ്ണമായ അർത്ഥത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയൂല. അവൻ വിചാരിച്ചിട്ടല്ലാതെ, വിശുദ്ധ ഖുർആൻ, അവൻ വിചാരിച്ചിട്ടല്ലാതെ എത്ര സുന്ദരിയായ സ്ത്രീകൾ വിചാരിച്ചാലും പൂർണ്ണാർത്ഥത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയൂല. പക്ഷേ ഒരു പുരുഷൻ വിചാരിച്ചാൽ 1% പോലും ആ സ്ത്രീ വിചാരിച്ചില്ലെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഘടനയോടുകൂടിയും ശാരീരിക രീതിയിലും ബയോളജിക്കലായിട്ടാണ് അല്ലാഹു തആല അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണമേ. വിശുദ്ധമായ ഖുർആൻ, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങും പോകാൻ പാടില്ല, അതിന്റെ അവസരം ഒരുക്കാൻ പാടില്ല. ചില ആൾക്കാർ വന്ന് സങ്കടപ്പെട്ടിട്ട് പറയാറുണ്ട്, എൻ്റെ കടയിൽ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നല്ല വിശ്വസ്തനായിരുന്നു, ഞാൻ അവനെ വിശ്വസിച്ചു, എൻ്റെ മകനേക്കാൾ വിശ്വസിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ കളവ് നടത്തി, അവനെ ഞാൻ പുറത്താക്കിയതല്ല, വല്ലാത്ത സങ്കടത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ അതിന്റെ കാരണം? ആ ചെറുപ്പക്കാരൻ വിശ്വസ്തനായതുകൊണ്ട് അവനെ കടയിലേക്ക് എടുത്തത്. അവന്റെ വിശ്വസ്തതയിൽ 100% നീ തൃപ്തനായതുകൊണ്ട് ഒരു കണക്കും നോക്കാതെ മേശ അവനെ ഏൽപ്പിച്ചത്. 3-ാമത്തെ ദിവസം അവൻ കളവുകാരനായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നു, ആ കളവിൽ നീ കൂടി കാരണക്കാരനാണ്. അവനെ മേശ ഏൽപ്പിച്ചപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിക്കണമായിരുന്നു. നല്ലവനായി വന്ന ചെറുപ്പക്കാരൻ, വിശ്വസ്തനായി വന്ന ചെറുപ്പക്കാരൻ അവനെ കള്ളനാക്കിയതിൽ നീ കൂടി പങ്കുകാരനാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിന്റെ അടിസ്ഥാനപരമായ തത്വം ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ ദി റഹ്മിൻ ദു മഹ്റമിൻ, മഹ്റമില്ലാതെ ഒരു പെണ്ണ് ഒരു അന്യപുരുഷനുമായി സഹകരിക്കാനോ സഹവർത്തിത്വം ഉണ്ടാക്കാനോ ഇടപഴകാനോ യാത്ര ചെയ്യാനോ ഒന്നിച്ചിരിക്കാനോ ഒരു റൂമിൽ താമസിക്കാനോ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا
اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയും തദ്കിറത്തൻ ലിൽ മുത്തഖീൻ ഇബറത്തുൻ ലിൽ മുഅ്മിനീൻ. ഈ പറഞ്ഞതിൽ മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ പറഞ്ഞതിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അതിനുതകുന്ന രീതിയിൽ നിങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീട്ടിലും സ്ത്രീകളുള്ളതാ. എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി, എൻ്റെ മക്കൾ, നാം അവരുമായി ബന്ധപ്പെട്ടൊരു വല്ലാത്ത ചിന്ത നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം വല്ലാതെ മോശമായ കാലഘട്ടമാണ്. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും വിശ്വാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാ വിശ്വാസം എത്തേണ്ടത്? എന്തിനാ കൂടുതൽ പറയുന്നത്? നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസകൾ, നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസകളിൽ പോലും ദീൻ സൂക്ഷിക്കാതെ ഒരിക്കലും ദീൻ ഉണ്ടാകില്ല. അല്ലാഹു തആല ദീനിയായ ചില നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെയുള്ള ദീൻ പഠിപ്പിക്കലും നിഷിദ്ധമാണ്. മദ്രസകളിൽ പോലും മുതിർന്ന പെൺകുട്ടികളുണ്ട് എങ്കിൽ, 5ാം ക്ലാസ്സിന് മുകളിലേക്ക് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് എങ്കിൽ, അതായത് സ്കൂളിൽ 5ാം ക്ലാസ്സിന് മുകളിൽ 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 9 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നിർബന്ധ ബുദ്ധിയോടുകൂടി കമ്മിറ്റി അംഗങ്ങൾ സ്ത്രീകളായ ടീച്ചർമാരെ തന്നെ നിർബന്ധമായിട്ടും വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സിലബസുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന സിലബസ് എൻ്റെ മക്കളടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം, ഒരുപാട് സ്ഥാപനം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ സിലബസ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സ്ത്രീകൾ തന്നെ വേണം, നിർബന്ധമാണ്. ഉസ്താദന്മാർ പഠിപ്പിച്ചാൽ പറ്റൂല. അതിൻ്റെ അർത്ഥം ഉസ്താദന്മാർ മോശമാണെന്നല്ല, അള്ളാഹു അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ആദ്യത്തെ ശ്രമം. ഒരു കുഴപ്പമുണ്ടാകാതിരിക്കാൻ, ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ. പ്രശ്നമുണ്ടായിട്ട് എങ്ങനെ പരിഹരിക്കും, അത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശം, ഒരു പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാൻ പാടില്ല. മുഴുവൻ സാധ്യതകളെയും ഇസ്ലാം നിരാകരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്ര സൂക്ഷ്മതയാണ് എങ്കിൽ എൻ്റെ സഹോദരൻ എൻ്റെ ഭാര്യയുമായി സഹകരിക്കുന്നതിന് എന്താ കുഴപ്പം? ഇതുപോലെയുള്ള ഉദാഹരണം പറയാൻ ബാക്കിയുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലായിരിക്കും പലപ്പോഴും താമസിക്കാറുള്ളത്. അള്ളാന്റെ റസൂൽ ഒരു അല്പസമയം മൗനമായിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ നരമ്പ് രോഗികളാണ് എന്നല്ല, അതിന്റെ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, അതിന്റെ വഴിയെ, ആ സാഹചര്യത്തെ അള്ളാന്റെ റസൂൽ നിരാകരിക്കുകയാണ്. ഭർത്താവിന്റെ സഹോദരൻ മരണത്തിന് തുല്യമാണ് നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട്. അത് നിഷിദ്ധമാണ്. സംസാരിക്കാൻ പോലും പരമാവധമില്ല, അവകാശമില്ല. സൂക്ഷ്മത വേണം, അതീവ ഗൗരവം വേണം. ഗൗരവത്തോടു കൂടിയായിരിക്കണം ആ ബന്ധം പോലും സൂക്ഷിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ കൂടെ പഠിക്കുന്ന, അയൽവക്കത്തുള്ള, കുടുംബത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സഹകരിക്കുന്നതിൽ എത്ര ശുഷ്കാന്തിയായിരിക്കും നാം കാണിക്കേണ്ടത്. ഗൗരവം കാണിക്കൽ മാതാപിതാക്കളുടെ ആവശ്യമാണ്. അപ്പൊ നമ്മളുടെ മക്കളെ ചോദിക്കും, എന്റെ ഉപ്പയ്ക്ക് ഇത്രയും വിശ്വാസമില്ലയോ? അവിടെ വിശ്വാസമല്ല, അള്ളാഹുവിന്റെ വാക്കാണ്. അവിടെ വിശ്വാസമല്ല, നീ വിശ്വാസയോഗ്യ അല്ലാതാകുന്നതിനേക്കുള്ള വഴിയെ അത് തടയാനാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും നമ്മളുടെ മക്കളെ മടക്കാൻ ബുദ്ധിയോടുകൂടി, യുക്തിയോടുകൂടി, അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള യോഗ്യതയോടുകൂടി നമ്മൾ ആ മാതാപിതാക്കൾ ആ മക്കളുമായി സഹകരിക്കണം. സഹവർത്തിത്വം ഉണ്ടാകണം. അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു തെറ്റും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ വഴിയെ, അതിന്റെ രീതിയെ തന്നെ ഇസ്ലാം നിരാകരിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളുടെ മക്കളെ, പ്രത്യേകിച്ച് ഒരു സമുദായം അത് നന്നാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ സമുദായത്തിലെ സ്ത്രീകളുടെ നന്നാകലാണ്. അവ്വലു ഫിത്നത്തു ബനി ഇസ്രായീല ഫിത്നത്തുൻ നിസാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന, ലോകത്തെ ഏറ്റവും വലിയ വ്യക്തികളായിരുന്ന ബനി ഇസ്രായീലെ അടപ്പതിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവ്വലു ഫിത്നത്തു ബനി ഇസ്രായീല ഫിത്നത്തുൻ നിസാ. അവരുടെ സ്ത്രീകൾ പിഴച്ചുപോയി, അവരുടെ സ്ത്രീകൾ വഴികെട്ടുപോയി. അവരുടെ സ്ത്രീകളുടെ വഴികേടാണ് ബനി ഇസ്രായീലിന്റെ അടപ്പതനത്തിന്റെ തുടക്കമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ.
അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്ത് നാടാകുമ്പോഴേക്കും എന്റെ സമുദായം ബനി ഇസ്രായേലിനെ ചാണിന് ചാണായി മുഴത്തിനു മുഴമായി അനുകരിക്കുന്ന, അവരെ അനുധാവനം ചെയ്യുന്ന കാലഘട്ടം വരും. ആ കാലഘട്ടം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാകൂല ഹത്താ, ഏതുവരെ മൃഗങ്ങളെ ഇണചേരുന്നത് പോലെ സ്ത്രീകളും പുരുഷന്മാരും റോഡുകളിലും നാടുകളിലും വ്യഭിചരിക്കുന്ന കാലഘട്ടം വന്നാൽ, അത് പരസ്യമാകുന്ന കാലഘട്ടം വന്നാൽ നമ്മളെ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ലോകത്തെ കാക്കുമാറാകട്ടെ. മുഴുവൻ മനുഷ്യരെയും ധാർമ്മികതയിൽ ഊന്നി നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും ആ ബുദ്ധിയും അള്ളാഹു തല നൽകുമാറാകട്ടെ. അതിന്റെ പ്രബോധകരായി, കാരണക്കാരായി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد. اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم، خصوصا عن أولهم أمير المؤمنين أبي بكر الصديق رضي الله تعالى عنه، وعن ثانيهم أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه، وعن ثالثهم أمير المؤمنين عثمان بن عفان رضي الله تعالى عنه، وعن رابعهم أمير المؤمنين علي بن أبي طالب رضي الله تعالى عنه، وعن عمي نبيك حمزة والعباس رضي الله تعالى عنهما، وعن سيدة نساء أهل الجنة فاطمة الزهراء رضي الله تعالى عنها وعنهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. أرحم الرحيماയ നാഥ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ സ്ത്രീകളാണ് തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ വീട്ടിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ സ്ത്രീകളാണ് തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ആൾക്കാർ, ഞങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീകളുള്ളവരാണ് തമ്പുരാനെ. അള്ളാഹു, നല്ല സ്വഭാവമുള്ള സ്ത്രീകളായി ഞങ്ങളുടെ സ്ത്രീകളെ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു, അതിന് ഞങ്ങളെ നീ കാരണക്കാരാക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബത്തിലെ സഹോദരിമാർ, അള്ളാഹു, അവരെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയാക്കി വളർത്താനുള്ള യുക്തിയും ബുദ്ധിയും വിവേകവും ഈമാനും തഖ്വയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ സ്ത്രീകൾ കാരണം ഞങ്ങളെ നീ അന്തസ്സിലാക്കണേ അല്ലാ. അള്ളാഹു, ഞങ്ങളെ നീ അഭിമാനത്തിലാക്കണേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ സ്ത്രീകൾ കാരണം ഞങ്ങളെ നീ നാണക്കേടിലാക്കല്ലേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ മക്കൾ കാരണം ഞങ്ങളെ നീ നാണക്കെട്ടവരാക്കല്ലേ അല്ലാ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ കാരണം അള്ളാഹു തല താഴ്ത്തുന്ന അവസ്ഥ നീ ഞങ്ങൾക്കുണ്ടാക്കല്ലേ അല്ലാ. അള്ളാഹു, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ സ്ത്രീകൾ ഞങ്ങൾക്ക് നീ അഭിമാനമാക്കണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറിലാക്കണേ റബ്ബേ, ബർക്കത്തിലും സന്തോഷത്തിലും ആക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.